പിന്നെ ബ്രോ കാണണ്ട വേണ്ട. ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ടാണ് വന്നത്, ബട്ട് അത്രയും ആയില്ല. അത് മറ്റുള്ളവരുടെ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ ബ്രോ. ഒരു രക്ഷയില്ല, പൊളി. പക്ഷേ வருங்காலத்தில் ஒரு முதல் மந்திரியாக வந்தாலும் வரலாம். ഒരു ചെറിയ പ്രതീക്ഷ പോലും വയ്ക്കാതെ പോയി കണ്ടാലും ബോറാ. പിന്നെ ബ്രോ കാണണ്ട വേണ്ട. വെറുതെ 150 രൂപ കൊണ്ട് കളയാൻ പൈസ പോയി, ഉള്ള പൈസ എല്ലാം പോയി. കൊള്ളായിരുന്നു, സൂപ്പർ കൊള്ളാം. വിഷയം പടം കൊള്ളാം. കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെ, വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം. രസമുണ്ടായിരുന്നു, ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല സിനിമ. ഫസ്റ്റ് ഡേ കാണും. ഫസ്റ്റ് ഡേ കാണാറുണ്ട്. ഇത് കൊള്ളാം. കുറച്ച് വയലൻസ് കുറച്ചധികം ഉണ്ട്, അല്ലാതെ കൊള്ളാം. നല്ല ഫിലിം, കുഴപ്പമൊന്നുമില്ല, നല്ല ഫിലിം. കുഴപ്പമില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ടാണ് വന്നത്, ബട്ട് അത്രയും ആയില്ല. വണ്ടർഫുൾ വാച്ച് മൂവി അത്രയേ ഉള്ളൂ. വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട പടത്തിന്. ഒരു രക്ഷയില്ല, പൊളി. പക്ഷേ അടിപൊളി, കാണാം. ഓക്കെ, അടിപൊളി ബ്രോ. ഓക്കെ ബസ്. അത് മറ്റുള്ളവരുടെ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ ബ്രോ അടിപൊളി. ഓക്കെ പടം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. വണ്ടർഫുൾ വാച്ച് മൂവി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വേറെ ഓക്കെ, ഫാൻസിന് ഇഷ്ടപ്പെടും പടം. പൊളിയായിരുന്നു. കണ്ടിരിക്കുക എന്നേ ഉള്ളൂ. അത്ര പെർഫോമൻസ് ഒന്നും കൊള്ളത്തില്ല, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. കാരണം ഇത്ര ഹൈപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ പ്രതീക്ഷ പോലും വയ്ക്കാതെ പോയി കണ്ടാലും ബോറാ. ഇത്ര ഹൈപ്പ് വെച്ചിട്ടും കണ്ടിട്ട് വെറും യൂസ് ഇല്ല. വിജയ് ഓക്കെ സെറ്റ്, വിജയ് സൂപ്പറാ, പക്ഷെ സിനിമ കൊള്ളൂല, അത്രേ ഉള്ളൂ. படத்தை பொறுத்த அளவில் படம் ஏகப்பட்ட படம் செலவழிச்சிருக்காங்க. ஏன்னா படம் விஜய் வந்து இதில் கொஞ்சம் சூப்பராக நல்லா ஆக்ட் பண்ணார். நல்லா ஆக்டுன்னா விசித்திரமான ஆக்டாக இருக்குது. லாஸ்ட் எண்ட் ஆஃப் டைமில் அப்பன் மகன்றதுல நடிப்பு பெஸ்ட்டு நடிப்பு. மகன் அவர் 2 பேரும் ஒரே ஈக்குவலாக இருந்தாலும் மகனுங்கிற ஆக்ட் நல்லா ஆக்ட். மொத்தத்தில் படம் நல்ல படம், குறை சொல்கிறதுக்கு வாய்ப்பு இல்லை. விஜய் பிரயாசப்பட்டு நடிக்கிறாரு. இந்த மாதிரி உள்ள டைப்பில் படங்கள் வந்துட்டு இதுக்கு முன்னால் படம் வந்திருக்கு. இதே மாதிரி டைப்பில் படம் வந்திருக்கனால இப்போ பார்க்குறவங்களுக்கு கொஞ்சம் வித்தியாசமாக இருக்குது. நல்லா நடிப்பு படம். அதாவது அவர் டான்ஸ் வந்து ஒரே மாதிரியாக இருக்கும். எல்லா படத்துலையுமே அவர் எப்படியும் தனியாக நின்று ஆடுவார். டான்ஸ் நல்ல டான்ஸ் மாஸ்டராக இருக்கும். நல்லா டான்ஸ், அதில் 3 டான்ஸ் வருது. அதெல்லாம் கொஞ்சம் போர் அடிச்சிருக்கும். மற்றபடி படம் நல்ல படம், ஏற்றுக்குவாங்க, ஓடும் படம், ஓடும். குறைஞ்ச 50 நாளாவது ஓடும். விஜய் இப்போ வந்து இதை பாட்டில் சேர்ந்துருக்குதாக சொல்கிறாங்க. மற்றபடி அவர் மறைமுகமாக ஏழைகளுக்கு நல்ல செய்யக்கூடிய ஆள். பெருந்தன்மை கிடையாது. ஆனால் லவ் நல்ல இன்ட்ரெஸ்ட்டாக அவர் படத்தில் லவ் வந்து ரொம்ப மதிப்பு கொடுப்பார். அதனால் பெண்கள் வந்து இஷ்டப்படுவாங்க படம் பார்க்குறது. லவ்வுக்கு ரொம்ப மதிப்பு கொடுப்பார். அனாவசியமான நடிப்பு இருக்காது, நல்ல டீசெண்டாக நடிப்பார். இப்போ பார்ட்டியில் வரப்போகிறாரு. ஒருவேளை கட்சி அவரே வருங்காலத்தில் ஒரு முதல் மந்திரியாக வந்தாலும் வரலாம், വായ്പ இருக்குது. ഞാൻ തോന്നിട്ടില്ല. കച്ചവടമല്ലേ സിനിമ, അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് അവൈലബിൾ തിങ്. ഞാൻ വിജയ് ഫാൻസ് അല്ല, എങ്കിലും എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലൈക്ക് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല, ബട്ട് ഓക്കെ എൻ്റർടൈനിങ് ആണ്, ബട്ട് കൊള്ളാം. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് ഇത് വെറുതെ കാണാൻ പറഞ്ഞാൽ ലൈക്ക് നല്ല എക്സ്പെക്റ്റേഷൻ വെച്ചാണ് കാണാൻ പറഞ്ഞെങ്കിൽ അത് അത്രയില്ല. കൊള്ളാം, ബട്ട് സിനിമ ഓവറോൾ ഓക്കെ. കൊള്ളൂലെന്നല്ല, ബട്ട് ഓക്കെ.